പുറകോട്ട് നോക്കുന്ന സ്ഥലത്ത് പല ജോലികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ സക്സസിന് എങ്ങനെയാണ് കാണുക? ആദ്യത്തെ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി അതിൻ്റെ ഉള്ളിൽ കയറി പോയപ്പോഴാണ് വലിയ 5 സ്റ്റാർ ഹോട്ടൽ ഓട്ടോമാറ്റിക് ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട്. അത്രയും അടിപൊളി സ്റ്റാർ ഹോട്ടൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി ആദ്യം രണ്ട് കച്ചറ തുണി നമ്മളെ മേലെ എറിഞ്ഞ് തന്നപ്പോഴാണ് എൻ്റെ സ്വപ്നം അവിടെ തകർന്നതാണ്. കുറേ കൈപ്പേറിയ നിമിഷങ്ങളുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പാലാരിവട്ടത്ത്. അവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരാളെന്നെ തല്ലിയിട്ടുണ്ട്. ഞാൻ ഒന്നാമത് ഷോർട്ടാണ്, ആ സമയത്ത് ഇന്നും ചെറുതായിരുന്നു. അപ്പം എനിക്ക് കൈ എത്തുന്നില്ല അങ്ങേയറ്റത്ത്. അപ്പോൾ ആളിവിടെ ഇരുന്നിട്ടുണ്ട്, ആളെ വൈഫ് അവിടെ ഉണ്ട്, മോൾ അവിടെ ഉണ്ട്, പിന്നെ ഒരു മോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ വൈഫിന് വിളമ്പാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആക്കുമ്പം എൻ്റെ ചെറിയ ഈ കോട്ടിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഷർട്ട് കോട്ടിൻ്റെ, അത് അയാളുടെ ഇലയിൽ കുറച്ച് തട്ടിപ്പോയി. അയാൾ എന്നെ തള്ളിയിട്ട് ഒറ്റയടി. ഒരു കോസ്റ്റ്യൂം ഇട്ടു, അത് ഇട്ടിട്ടുണ്ട്, ഒരു കരാട്ടെ മാസ്റ്റർ പോലെ. അതെ അതെ, അതിട്ടു മിത്തോട്ടെ. നമ്മൾ മിത്തോട്ടോ ഇതിട്ടല്ലേ മിത്തോട്ടെ, പ്ലീസ് മിത്തോട്ട, എന്താണ് ഞാനിടും, ഞാൻ എന്തെല്ലാം ഇടും ഇത് മിത്തോട്ട പ്ലീസ് മിത്തോട്ടൻ അതൊക്കെ ഇട്ട് മറ്റേ കെട്ടൊക്കെ കെട്ടി. സത്യം പറയും അത് ഇട്ട് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോ നീ പറഞ്ഞ അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ പറയാണ്ടിരിക്കാൻ ഇവിടെ തന്നെ പറഞ്ഞു മിത്തോട്ടാ കണ്ടപ്പോ എനിക്ക് രസം തോന്നി, പക്ഷെ ഇട്ട് കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം നോക്കുമ്പോ ഈ കയ്യില് മൈലാഞ്ചി, അതാണ് എന്റെ ശ്രദ്ധയിൽ വന്നത്. ഭയങ്കര റെയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ആൺകുട്ടികള് മൈലാഞ്ചി ചെയ്യണേ. ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നവരോ, ഞാൻ ഇത് ചെയ്താൽ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമോ, ആർക്കെങ്കിലും നഷ്ടം വരുമോ, അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാനിപ്പം മെറീനോട് പറയും, നമ്മളെവിടെ പോയാലും നമ്മൾ ക്രൗഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അതിനു വേണ്ടി ഹാം ചെയ്യാത്ത എന്തും വേണമെങ്കിൽ ചെയ്തു. പക്ഷെ ഒരു മൈലാഞ്ചി ഇട്ടോണ്ടൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? എന്താ കുഴപ്പം? എന്തായിരുന്നു സാധനം? ഈശ്വര, അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാതിൽ. നമ്മുടെ ദിലീപിന്റെ കടവാതിൽ തുറന്ന് വന്നിരിക്കുകയാണ്, അടിവാതിലും തുറന്ന് വന്നിരിക്കാൻ അടിവാതിലും തുറന്ന് എന്റെ വായിക്കാത്ത കയറി വെച്ചാലേ ശരിയാവും. ഇവളെ വെടിവെച്ച് ഇവന്റെ വായക്കകത്ത് കേറി വെടിവെച്ച വെടിവെച്ച് വായിൽ കേറി അലക്കുമ്പോ സൈഡിൽ വെച്ചു. അലക്കി തീർന്നു. അലക്കി തീരുമ്പോ ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. കൊരങ്ങ എനിക്ക് വിശക്കുന്നു. കൊരങ്ങൻ? ഞാനെന്താ കൊരങ്ങനോ? അതാണ്, അതല്ല, ഇത് വേറെ. നിങ്ങൾ കൊരങ്ങ എനിക്ക് വിശക്കുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. സോഷ്യൽ മീഡിയയിൽ അന്നും ഇന്നും എപ്പോഴും എന്തിട്ടാലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിളാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. മീറ്റ് സ്വാഗതം. ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറായി. ഞാൻ നിങ്ങളോട് സംസാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കണേ. പക്ഷെ ആ ഫീലേ എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ലൈഫിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ കാണുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെയാണ് ചിന്തിക്കുമ്പോൾ റിയൽ ലൈഫിൽ കാണുമ്പോൾ അങ്ങനെ എല്ലാന്നും തോന്നിപ്പോവാറുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നമ്മള് റിയൽ ലൈഫിൽ കുറച്ച് കൂടുതൽ കുറച്ച് ഇങ്ങനെ കമന്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ഈശ്വര ഇവര് ശരിക്കും നമ്മളെ റിയൽ ലൈഫ് കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും എന്നുള്ളത്. ഞാൻ ആദ്യം നോക്കുമ്പോ ഈ കയ്യില് മൈലാഞ്ചി, അതാണ് എന്റെ ശ്രദ്ധയിൽ വന്നത്. ഭയങ്കര റെയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ആൺകുട്ടികള് മൈലാഞ്ചി ചെയ്യണേ. ഇപ്പൊ ചിലര് പറയും ആൺകുട്ടികൾ മൈലാഞ്ചി ഇടാൻ പാടില്ല, ഇന്ന് ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മാറ്റി ചിന്തിക്കുന്നുണ്ട് ഓൾറെഡി. അത് പല ആളുകൾക്കും ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പ്രചോദനം ആവുന്നുണ്ട്. ആ തോട്ട് എങ്ങനെ വന്നത്? ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നവരോ, ഞാൻ ഇത് ചെയ്താൽ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമോ, ആർക്കെങ്കിലും നഷ്ടം വരുമോ,
അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഈവൻ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അയ്യേ ഇതെന്തിനാ ചെയ്യുന്നത് ഞാൻ കേൾക്കില്ല. കാരണം ഞാൻ വിചാരിക്കും ഇത് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, ഇത് ഇപ്പോൾ കുറേ ആൾക്ക് മോട്ടിവേഷൻ ആകും, ഒരു വെറൈറ്റിയാണ്. നമ്മളെല്ലാ സ്ഥലത്തും ഒരേപോലെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഞാനെപ്പം മെറീനോടും പറയും, നമ്മൾ എവിടെ പോയാലും നമ്മൾ ക്രൗഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടി ഹാം ചെയ്യാത്ത എന്തും വേണമെങ്കിൽ ചെയ്തു. അപ്പം അങ്ങനെ ഇത് ഞാൻ ഇൻസ്പയർ ആയിട്ട് ഒരു ഋഷഭ് എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ആണ്. ആളെപ്പോഴും സിത്താർ വായിക്കുന്ന ആളാണ്. ആളുടെ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഇത് ചെയ്യണം. അപ്പം മെറിയുടെ ഹൗസ് വാമിങ്, മെറീൻ്റെ മൈലേജ് ചെയ്യുന്ന ആൾ വന്നപ്പം ഞാൻ ചോദിച്ചു എനിക്കൊന്ന് ചെയ്തു തരും. അപ്പോൾ ടൈം ഉണ്ടായില്ല, അങ്ങനെ ഭയങ്കര സങ്കടമായി. പക്ഷെ എനിക്കൊരു ഇതുണ്ട്, എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് വെക്കാൻ ഞാൻ അത് ഏതറ്റം വരെയും പോയിട്ട് ഞാൻ നേടിയിരിക്കും. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ആളെ വിളിച്ച് ചോദിച്ചു ചെയ്തു തരാൻ പറ്റുമോ. അങ്ങനെ ഒരു ദിവസം നൈറ്റ് വന്ന് ഇത് ചെയ്ത് ഇവിടെ റൂഹ് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ. ഇത് ഫുൾ ഒരു ഗണപതിയും ഒരു ശിവന്റെ ഡീറ്റെയിലിംഗ് കാണിച്ച് നന്നായി ചെയ്തു. പക്ഷെ ഇത് കുറേ ആൾ ചോദിക്കുകയും ചെയ്തു, കുറേ ആൾ നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളെല്ലാ ഇഷ്ടങ്ങളും എല്ലാ ആളും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇതൊക്കെ നെവർ മൈൻഡ്, അങ്ങനെ അങ്ങ് വിടും. നിങ്ങൾ രണ്ടുപേരും പ്രത്യേകം പറയട്ടെ, ഇപ്പൊ നിങ്ങളൊരു ഐഡിയ ഒരു കാര്യം പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരാളൊരു കാര്യം പറയുന്നു, അങ്ങനെ തന്നെ ഈ റീൽ ആൻഡ് റീൽ എന്നൊക്കെ പറയുന്നത് ശരിക്കുള്ളതാണോ തോന്നുന്നതാണ് പറയണേ. ശരിക്കും ആ ഒരു കണക്ഷൻ എങ്ങനെയാ ശരിക്കും? പക്ഷെ ഒരു മൈലാഞ്ചി ഇട്ടോണ്ടൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? എന്താ കുഴപ്പം? എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണോ? ചില ഡ്രസ്സൊക്കെ ഇടുമ്പോ ഞാൻ പറയും മിത്തേട്ടാ ഇത് ഇടണ്ടായിരുന്നു, പ്ലീസ് ഇത് ഇടല്ലേ. പക്ഷെ നമ്മള് ഹൗസ് വാമിങ്ങിന് ഇട്ടൊന്നുമല്ല കേട്ടോ. വേറെ ഒരു കോസ്റ്റ്യൂമിന് ഞാൻ അങ്ങനെ ഒരു മോശം പറഞ്ഞിട്ടില്ല. ഒരു കോസ്റ്റ്യൂം ഇട്ടു, അതൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു കരാട്ടെ മാസ്റ്റർ പോലെ. അതെ അതെ, അതിട്ടു മിത്തേട്ടൻ. അപ്പൊ ഞാൻ പറഞ്ഞു മിത്തേട്ടാ ഇത് ഇട്ടല്ലേ മിത്തേട്ട, പ്ലീസ് മിത്തേട്ട. എന്താണ് ഞാനിടും, ഞാൻ എന്തെല്ലാം ഇടും ഇത്. മിത്തേട്ട പ്ലീസ് മിത്തേട്ട. മിത്തേട്ടൻ അതൊക്കെ ഇട്ട് മറ്റേ കെട്ടൊക്കെ കെട്ടി. സത്യം പറയും അത് ഇട്ട് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോ നീ പറഞ്ഞ അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ പറയാണ്ടിരിക്കാൻ ഇവിടെ തന്നെ പറഞ്ഞു മിത്തോട്ടാ കണ്ടപ്പോ എനിക്ക് രസം തോന്നിയ, പക്ഷെ ഇട്ട് കണ്ടപ്പോ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ഈ ഡ്രസ്സ് ട്രയൽ ചെയ്യുമ്പോൾ ഈ നാടിയൊന്നും ഇല്ല, ഇത് കുറച്ച് ലൂസുമായിട്ട് അവര് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പിന്നെയാണ് അവർ ഓൾട്ടർ ചെയ്തിട്ട് ശരിയാക്കിയത്. അപ്പൊ ഇത് ഇട്ടപ്പോ ഞാൻ ഇത് ഇട്ടിട്ടാണോ ഭഗവാനെ വരുന്നത്, ഞാനൊന്ന് എവിടെയെങ്കിലും പോയി വിളിക്കാം. പക്ഷെ അത് ശരിക്കൂലേ നമ്മളുടെ ഷോറൂമിന്റെ മുമ്പിലൊക്കെ ടെഡ്ഡി ബിയർ വന്ന് നിക്കില്ലേ തലയിൽ വല്ലത് വെച്ച്, അതുപോലെ ഉണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞു ഒരു ബലൂണും കൂടെ പിടിച്ചു എന്നിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ ആടിക്കോന്ന്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോ ആരും അങ്ങനെ പറഞ്ഞു കേട്ടോ. നേരിട്ട് കണ്ട് എല്ലാ ആൾക്കാരും കോംപ്ലിമെന്റേ തന്നിട്ടുള്ളൂ. എല്ലാരും പറഞ്ഞു ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് പറഞ്ഞില്ലേ. പിന്നെ ആ പോയി ഇവന്റും അങ്ങനെയാ, ഫാഷൻ കോളേജിന്റെ ഒരു ഇനോഗ്രേഷൻ ആണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുമ്പോ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വേറെ ഇല്ല സത്യം. ഇത് എങ്ങനെ കണ്ടുപിടിക്കണം? ഇപ്പൊ ഓരോ ഫംഗ്ഷന്റെ സമയത്ത് ഇങ്ങനെ കുറച്ച് വെറൈറ്റി പ്ലാൻ ചെയ്യാൻ ഓൾറെഡി മനസ്സിലുണ്ടോ? ഞാൻ കുറേ റിസർച്ച് ചെയ്യും. ഞാൻ ഈ പാരീസ് ഫാഷൻ വീക്ക്, അത് മെറ്റ് ഗാല, അതൊക്കെ പോയി നോക്കിയിട്ട് അതിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്ത് നമ്മുടെ ഡിസൈനർ ഉണ്ട് ഓൾറെഡി കണ്ടുവച്ച ഡ്രസ്സ് എത്രയോ ഭേദമായിരുന്നു അത്. വേറെ എന്തെങ്കിലും ഒരു ഉടുപ്പ് പോലൊക്കെ എടുത്തു വെച്ചിട്ടില്ല. അത് ഞാൻ ചെയ്യും. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്റെ ഡിസൈനർ ഉണ്ടല്ലോ ബാമ്പ തലശ്ശേരി, അവരാണ് എന്റെ എല്ലാ കോസ്റ്റ്യൂം ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഞാൻ കാണിക്കും, ഞാൻ ആദ്യം ഇത് കാണിച്ചു കൊടുക്കുക, അവന്റെ മുഖം നോക്കുക, അത് എക്സ്പ്രഷൻ ഓക്കെയാണോ, ഇത് ഞാൻ ബ്രോ ഇതാണ് എനിക്ക് വേണ്ടത്, ഇത് ചെയ്യാലോ. പക്ഷെ അവർ അടിപൊളിയാക്കി ചെയ്ത് നമ്മൾ ഏത് ക്രൗഡിൽ പോയാലും നമ്മളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ട. അപ്പൊ ഞാൻ എപ്പോ കീപ്പ് ഈവൻ മെറീന്റെ എല്ലാ കോസ്റ്റ്യൂമും ഞാനാണ് സത്യം പറഞ്ഞാല് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത്, എല്ലാം കൊടുക്കുന്നത്. ഈ കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ ലൈഫില് ഇന്ന് ആള് വന്നതിന് ശേഷം മാറിയൊരു മാറ്റം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഋതുഷ മിറിയായി. ഋതുഷ എന്ന് പറയുന്നത് ആർക്കും അറിയില്ല, ആരാ ഋതുഷ. അല്ല എനിക്ക് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഞാന് ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് എൻ്റെ കംഫർട്ട് സോൺ നോക്കി നടന്നിരുന്ന ഒരാളാണ്. പക്ഷെ അതിൽ നിന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം പിടിക്കുന്ന ഒരാളായിരുന്നു. എല്ലാവരുടെ അടുത്തും ആ ദേഷ്യം കാണിക്കും. ആ ചേഞ്ചസ് ഒക്കെ എനിക്കിങ്ങനെ മിത്തോട്ടൻ്റെ അടുത്ത് ഞാനിപ്പോ ദേഷ്യം കാണിക്കും. പക്ഷേങ്കില് അതെന്താ മാറാത്ത? ഞാൻ ഇവളോട് വന്ന് ചോദിക്കും, നീ എല്ലാ ആളോടും സൈലന്റ് ആയിട്ട് എന്നോട് എന്താ ഇങ്ങനെ കാണിക്കുന്നത്? പക്ഷെ എനിക്ക് അത് എന്റെ പണ്ടത്തെ ആൾക്കാര് പെട്ടെന്ന് എന്നെ കാണുമ്പോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ നീ എന്തോരം മാറി. കാരണം പണ്ട് ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് ഷോളൊന്നും കൊടുത്താണ്ട് ഞാൻ പുറത്തു പോവില്ല. അങ്ങനത്തെ ആളിന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു മോഡേൺ വെയർ അല്ലെ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ഇടുന്നത് മിത്തോടെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഫസ്റ്റത്തെ ന്യൂ ഇയർ
അപ്പൊ നമ്മള് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ന്യൂ ഇയർ പാർട്ടിക്ക് ഒരു പബ്ബില് ഞാൻ ആദ്യമായിട്ടാ പോകുന്നത്. ബാംഗ്ലൂർ ഞാനൊരു 7 years ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ഞാൻ പബ്ബിൽ പോയിട്ടില്ല. ഞാനൊരു കോൺവെന്റ് ഹോസ്റ്റലിലാണ് നിന്നത്. നല്ല സേഫ്റ്റി ആയിരിക്കണ്ടേ, നാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയല്ലേ, അപ്പൊ സേഫ്റ്റി ആയിരിക്കും. ഞാൻ കോൺവെന്റ് ഹോസ്റ്റലിലാണ് ഞാൻ നിന്നത്. അവിടെ ഒരു 8:30 ആകുമ്പോൾ ഉള്ളിൽ കയറണം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ്. അപ്പൊ മിത്തോട്ടിന് കല്യാണം കഴിച്ചു. മിത്തോട്ട് പറഞ്ഞു ഫസ്റ്റ് കല്യാണം കഴിച്ചല്ലേ, നമുക്ക് എന്തായാലും പബ്ബിലൊക്കെ പോവാം. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആയി. ഓക്കെ, ആദ്യമായിട്ട് പബ്ബിൽ പോവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുന്നു. എന്നിട്ട് ഞാൻ പബ്ബിൽ പോയപ്പോൾ മിത്തോട്ടൻ എന്തോ ഷൂവിൻ്റെ അടിയിൽ ബോൾ വെച്ച് തുള്ളി 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 ഒറ്റ പോക്ക് ഡാൻസ് ഫ്ലോറിൽ. ഞാൻ ഒറ്റക്കായി. എനിക്കിതൊന്നും പരിചയമില്ലാത്തില്ല. ഓരോരാൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. എനിക്കിതൊട്ടും കംഫർട്ട് ആവുന്നില്ല. അപ്പം എൻ്റെ കൂടെ മിത്തോട്ടൻ്റെ ഒരു ബ്രദറുണ്ട്, രഞ്ജിത്തേട്ടനും വൈഫും ഉണ്ട്. അവരിവിടെ പൊരിഞ്ഞടി. ഞാൻ ഒറ്റയ്ക്ക് വന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ കല്യാണം കഴിച്ച് 2 മാസമേ ആയുള്ളൂ. നവംബറിൽ കല്യാണം കഴിച്ചു, നമ്മൾ ഡിസംബർ നെക്സ്റ്റ് മന്ത് നമ്മൾ പോവാണ്. എനിക്ക് ദേഷ്യം വന്നിട്ട് മിത്തോടെ പക്ഷെ ഇതൊന്നും അറിയുന്നില്ല, ഞാൻ ദേഷ്യം പിടിച്ചത് ഒന്നും അറിയുന്നില്ല. ലാസ്റ്റ് നിമിഷം ഏതോ ഒരു തന്നെ തോണ്ടിട്ട് പോവുകയും ചെയ്തു. ഒട്ടും പിടിച്ചില്ല. അപ്പൊ നമ്മള് എല്ലാം പാർട്ടിയൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ഒന്നും ഞാൻ വിഷ് ചെയ്തും കൂടി ഇല്ല, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ അന്നേരമാണ് മിത്തോട്ട് എന്നെ ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ എന്ത് പറ്റി ന്യൂ ഇയർ ഒന്നും വിഷ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മള് എക്സിറ്റ് അടിച്ച് പോവാൻ നോക്കുമ്പോൾ ഞാൻ റോട്ടിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ട് പറഞ്ഞു, ഇതായിരിക്കും നമ്മളെ ലാസ്റ്റത്തെ ന്യൂ ഇയർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ ദേഷ്യത്തിൽ എനിക്ക് ആ വേർഡ് മാത്രം ഡൈജസ്റ്റ് ആവില്ല. എന്നിട്ട് അങ്ങനെയൊക്കെ ഞാനെപ്പം പറഞ്ഞു എന്ത് പറഞ്ഞു എന്നൊക്കെ പറയും. പിന്നെ അന്ന് ദേഷ്യത്തിലൊക്കെ പോയി എന്തെല്ലോ ഡ്രാമയൊക്കെ ചെയ്ത്. പക്ഷെ ഇപ്പം നോക്കി, ഇപ്പം 6 ദിശയിൽ നിന്ന് മാറി മെറിയിലേക്ക് എത്തി. മെറിക്ക് ഭയങ്കര മാറ്റം വന്നു. അതെല്ലാം അവൾ അക്സെപ്റ്റ് ചെയ്തു. ആ ടൈമിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് എല്ലാ മാറ്റങ്ങളും നല്ലതിനാണല്ലോ. മെറി മാറിയതൊക്കെ അത് ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ കല്യാണ ശേഷമായാലും പല മാറ്റങ്ങളും വരും രണ്ടുപേർക്കിടയിലും. ഇപ്പൊ ഹാപ്പിയാണോ ശരിക്കും? ഈ മാറ്റം എങ്ങനെയാ കാണുന്നത് ശരിക്കും? സത്യമായിട്ടും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ്. ആ ഒരു നമ്മളെ ലൈഫിൽ പലതും വരും, അതിനെ അഡാപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മാറില്ല അങ്ങനെ വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളെ ഹാപ്പിനെസ്സിനെയാണ് അത് ബാധിക്കുക. ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണും, അവരായിട്ട് മിങ്കിൾ ചെയ്യും. ചില ആളെ നമുക്ക് ഇഷ്ടപ്പെടില്ല, ചില ആളെ കൂട്ടത്തിലേ പോകാൻ ഇഷ്ടമുണ്ടാവില്ല. അതൊക്കെ ആക്ച്വലി നമ്മളുടെ മൈൻഡിനെ അപ്സെറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഓക്കെ ലെറ്റ് ഇറ്റ് ഗോ എന്ന് ആക്ച്വലി അത് ടൈം എടുക്കും കേട്ടോ. ആ ഒരു സംഭവം ടൈം എടുക്കും തന്നെ ചെയ്യും. എനിക്ക് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അതൊക്കെ ഞാനത് അത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് എൻ്റെ ഹാപ്പിനെസ് എനിക്ക് മനസ്സിലായി. എനിക്ക് ആ ഒരു ഫുൾ ടൈം ഹാപ്പി ആയിട്ട് എങ്ങനെയാണ് മിത്തോട്ടൻ ഇരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കും ഇയാൾ എങ്ങനെ ഇത്ര കൂളായിട്ട് ഇരിക്കുന്നത്, ഈ നെഗറ്റീവ് കമന്റ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആവുന്നത്. അല്ലെങ്കിൽ ആര് വന്നാലും അവരുടെ അടുത്ത് ചിരിച്ച് നമ്മളുടെ ഹാപ്പിനെസ് അവർക്കും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും. എത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കുന്നോ അത്രയും പോസിറ്റിവിറ്റി നമ്മൾ അട്രാക്ട് ചെയ്യുള്ളൂ. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചൊന്നും വിട്ടിട്ടില്ല. കുറച്ച് മുമ്പ് എനിക്ക് ക്ലാസ് എടുത്തത്. പക്ഷേ ട്രൂ, ശരിക്കും അത് ട്രൂ ആണ്. നമ്മൾ ഇത്രയും സക്സസ് ആയി എടുക്കുന്നുണ്ടെങ്കിൽ ബിക്കോസ് വി ബോത്ത് ആർ പോസിറ്റീവ്. നമ്മൾ രണ്ടാളും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒറ്റ കാര്യങ്ങളാണ്. അതൊക്കെ കൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ഈസ് റിയൽ ആക്ച്വലി. അത് ഞാൻ എങ്ങനെ പറയണമെന്ന് അറിയില്ല. പക്ഷെ 2 പേര് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമ്പം അത് നടക്കും. അത് ഭയങ്കര ശരിക്കും ആൾക്കാര് ഇതായിരുന്നു മാറിയ പേര്, ഇതായിരുന്നു എനിക്ക് വേണ്ട പേര്. എവിടെയായിരുന്നു? ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുൻപ് പല ജോലികൾ ചെയ്തിട്ടുണ്ടാവും. പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റാണ്. അപ്പൊ അന്ന് ആ ജോബ് വിടാം, ഇത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാം എന്ന് തോന്നിയ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഭാവി എന്താണെന്ന് പോലും അറിയില്ല, എത്ര സക്സസ് ഉണ്ടാവണമെന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. സോ ആ ഒരു ധൈര്യം കാണിച്ചു. ഇന്ന് സക്സസ് ആയി നോക്കിയിരിക്കുമ്പോൾ അന്ന് ചിലപ്പം എങ്ങനെ പുറകോട്ട് നോക്കുന്ന സമയത്ത് പല ജോലികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ സക്സസിന് എങ്ങനെയാ കാണുക? ആ സമയത്ത് ഈ പഴയ വർക്ക് ചെയ്ത കാര്യങ്ങളും ആ ലൈഫൊക്കെ ഓർക്കാറുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഒരിക്കലും വന്ന വഴി മറക്കാത്ത ഒരാളാണ്. എനിക്കങ്ങനെ ഞാൻ വെയിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സലോൺ ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ബിസിനസ് ഡെവലപ്മെൻ്റ് ആയിരുന്നു റീസെൻ്റ്ലി റിസൈൻ ചെയ്തത്. അപ്പം ഏറ്റവും കൂടുതൽ സങ്കടകരമായ
അവസ്ഥയിൽ കൊണ്ടുപോയത് ഞാൻ നമ്മൾ ഈ ഹോട്ടൽ മാനേജർ പഠിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ട് ബോവും ടൈ ഒക്കെ വെച്ച് ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെ ഹായ് വെൽക്കം ഗുഡ് ഈവനിങ് അങ്ങനെ പറയുന്ന ഒരു ജോബല്ലേ. ആക്ച്വലി അങ്ങനത്തെ ജോബേ അല്ല. ഞാൻ ഈ സ്വപ്നക്കൂടാണോ പൃഥ്വിരാജിന്റെ സ്വപ്നക്കൂട് കണ്ടിട്ടാണ് ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്യണമെന്നുള്ളത്. അതില് രാജുവേട്ട ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് ഓ ഇത്രയും നല്ല ജോബാണ് കൊള്ളാലോ. പക്ഷേങ്കില് ആദ്യത്തെ ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി അതിൻ്റെ ഉള്ളിൽ കയറി പോയപ്പോഴാണ് വലിയ 5 സ്റ്റാർ ഹോട്ടൽ ഓട്ടോമാറ്റിക് ഗേറ്റ് ഒക്കെ തുറക്കുന്നുണ്ട്. വാ ഇത്രയും അടിപൊളി സ്റ്റാർ ഹോട്ടൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി ആദ്യം രണ്ട് കച്ചറ തുണി നമ്മളെ മേലെറിഞ്ഞ് തന്നപ്പോഴാണ് എൻ്റെ സ്വപ്നം അവിടെ തകർന്നതാണ്. വലിയൊരു റൂമിൽ കൊണ്ടുപോയിട്ട് അട്ടിക്ക് വെച്ചിരിക്കുന്ന പ്ലേറ്റാണ്, അതിൻ്റെ അവിടെ കൊണ്ടുപോയി ഇരുന്നിട്ട് രാവിലെ ഇരുത്തിയിട്ട് പുലർച്ചെ 3 മണിക്കാണ് നമ്മളെ അവിടെ നിന്ന് വിടുന്നത്. ആദ്യത്തെ ദിവസത്തെ ജോബാണ് അത്. എന്നിട്ട് എന്നുവെച്ചാൽ പ്ലേറ്റ് രാവിലെ മുതൽ 3 മണി വരെ നമ്മൾ ഈ പ്ലേറ്റ് എൻ്റെ കൈയൊക്കെ പൊക്കള വന്നിരുന്നു. അപ്പോൾ എനിക്ക് കാരണം എനിക്കത് വിട്ട് ഓടി വരാനും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ വന്നതാണ്. അന്ന് ആ വിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഒന്നും എത്തിയിട്ടുണ്ടാവില്ല. അതൊക്കെ തുടക്കമാണ്. 900 rupees ആയിരുന്നു എൻ്റെ സാലറി. ആ ഒരു സ്റ്റൈപ്പൻഡാണ് അന്നേരം, സാലറി ഇല്ല സ്റ്റൈപ്പൻഡാണ്. അതിൻ്റെ അകത്തുനിന്ന് 350 രൂപ റെൻറ്റ് കൊടുത്തിട്ട് ബാക്കി പൈസ ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കായിരുന്നു. അമ്മക്ക് അന്നേരം അയച്ചു കൊടുക്കുന്ന 500 രൂപ. ആ 500 രൂപ എന്ന് പറയുന്നത് അമ്മക്ക് ഇന്നത്തെ ഒരു 50,000 രൂപയുടെ വാല്യൂ അമ്മക്ക് അന്ന് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ലെവലിന് വന്നത്. പിന്നെ കുറേ കൈപ്പേറിയ നിമിഷങ്ങളുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പാലാരിവട്ടത്ത്. ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരാളെന്നെ തല്ലിയിട്ടുണ്ട്. ആക്ച്വലി തല്ലിയത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് ഷോർട്ടാണ്, ആ സമയത്ത് ഇന്നും ചെറുതായിരുന്നു. ആ സമയത്ത് ഈ നമ്മൾ ബ്ലേസർ ഇട്ടിട്ട് ഈ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കണേ ഹോട്ടലിൽ. അപ്പം എനിക്ക് കൈ എത്തുന്നില്ല അങ്ങേ അറ്റത്ത്. അപ്പോൾ ആൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്, ആളെ വൈഫ് അവിടെ ഉണ്ട്, മോൾ അവിടെ ഉണ്ട്, പിന്നെ ഒരു മോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ വൈഫിന് വിളമ്പാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആക്കുമ്പം എൻ്റെ ചെറിയ ഈ കോട്ടിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഷർട്ട് കോട്ടിൻ്റെ, അത് അയാളുടെ ഇലയിൽ കുറച്ച് തട്ടിപ്പോയി. അയാൾ എന്നെ തള്ളിയിട്ട് ഒറ്റയടി ഇംഗ്ലീഷിൽ ചീത്തയും വിളിച്ചു. എന്നിട്ട് അപ്പോൾ അവരുടെ കൂടെയുള്ള ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഫീലായി കേട്ടോ. അവർ പാവം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ കരഞ്ഞ് എന്താ പറയുക, നമുക്കൊരു ഷോക്കാവില്ലേ അങ്ങനെയൊക്കെ ആകുമ്പം. പ്രത്യേകിച്ച് നമ്മൾ വെയിറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കാണുന്നത് ഒരു താഴേക്കടയുള്ള ഒരു അങ്ങനെയല്ല. വെയിറ്റർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ ഒരു റെസ്പെക്റ്റ് എല്ലാ ജോലിക്കും അതിൻ്റെ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പം അയാൾ എണീച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞു. അയാൾ പറയാം ഈ കോട്ടൊക്കെ 3-4 മാസം വാഷ് ചെയ്യാതെ ഇടാൻ കോട്ടായിരിക്കും, ഇതൊക്കെ തട്ടിയിട്ട് തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പം ആ ഹോട്ടലിൽ നിന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് വിട്ടിട്ട് പിന്നെ മുംബൈയിൽ പോയി അവിടുന്ന് നൈറ്റ് ഡ്യൂട്ടി ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നു. അങ്ങനെ കുറേ വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഇവിടെ കൊട്ടാരത്തിലിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു, എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിക്കാരില്? ഒന്നും ഇഷ്ടമായില്ല. അല്ല കല്യാണത്തിന് മുന്നേ എന്തെങ്കിലും ഇഷ്ടമായിരുന്നു എനിക്ക്? കല്യാണത്തിന് മുന്നേ എനിക്ക് നമ്മൾ അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആളെ അറിയില്ല, എങ്ങനെയാണ് ഹൗസ് എങ്ങൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ബാംഗ്ലൂരാണ്, കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എന്നെ തേക്കോന്നൊക്കെ ഈ 4 ഫ്രണ്ട്സ് പറഞ്ഞില്ലേ ഇമാരി പെരട്ടകള് അറിയില്ല സത്യം അല്ല അവർക്ക് അറിയില്ല. ഓ മിത്തേട്ടന്റെ കാര്യത്തില് ഫസ്റ്റ് ഒരു 3 months ഒക്കെ എനിക്കൊരു ഇതായിരുന്നു. പക്ഷേങ്കില് ഇത്രയും കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ജെൻസിന്റെ ഇതിലെ. കാരണം ചില ആൾക്ക് കുറച്ച് ഷോർട്ട് ടെമ്പർ ആയിരിക്കും, പെട്ടെന്ന് നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല, അങ്ങനെയൊക്കെ ആളാണ്. പക്ഷേങ്കിൽ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ ഒപ്പീനിയൻസ് കേൾക്കും, നമ്മൾ കൂടെ ഇരിക്കും, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ്. അതൊക്കെ തിരിച്ചും ആള് കാത്തിരിക്കുകയാണ് ഇത്രയും ആള് തള്ളിയിട്ട്. മെറീൻ നമ്മൾ രണ്ടുപേരും ഇല്ലേ, രണ്ടുപേരും ആദ്യത്തെ മീറ്റിംഗിൽ രണ്ടുപേരും റിജക്ട് ചെയ്തു. അവൾക്ക് എന്നെ ഇഷ്ടമായില്ല, എനിക്ക് അവളെ ഇഷ്ടമായില്ല. അതായിരുന്നു നമ്മുടെ കഥ. അത് കുറെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പോകെ എനിക്ക് മനസ്സിലായി എനിക്കൊരു ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ബെറ്റർ ദാൻ ഹെർ ഐ വിൽ നെവർ ഗെറ്റ് ഇറ്റ്. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യം. പിന്നെ അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് എന്തൊക്കെ ഒരു ലൈഫ് പാർട്ട്ണറിൽ ആവശ്യം ഉണ്ടായിരുന്നോ മോർ ദാൻ ദാറ്റ് ക്വാളിറ്റി മെറിയിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മിയാണ് വന്നതിന് ശേഷമാണ് ഈ എല്ലാ കാര്യങ്ങളും വന്നത് ആക്ച്വലി. സോ എന്റെ വീട്ടിലെ ലക്ഷ്മി ഇതാണ്, ലക്ഷ്മി കടാക്ഷിച്ചതാണ് ഈ ലൈഫ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി?
7 years. 7 years. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ആളുകൾ എനിക്കറിയാം. സോ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് എനിക്ക് ഓഫ് കോഴ്സ് അറിയാം. എങ്കിലും ഞാനൊരു കുട്ടി മെയ്ഡ് ഫോർ ഈച്ച് അതർ ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. റെഡിയാണോ? ഓക്കെ ഓക്കെ. ഹെഡ്ഫോൺ ചാലഞ്ച് ആണ്. അപ്പോൾ ഞാൻ ഈ ബൗളിൽ കുറച്ച് വേർഡ്സ് ആൻഡ് ഡയലോഗ്സ് ആണ് മലയാള സിനിമയിലെ നിങ്ങൾ കേട്ടിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ആണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരേ സമയത്ത് ഒരാൾ ഇവിടെ ഹെഡ്ഫോൺ വെച്ചിരിക്കണം. ഒരാൾ എന്ത് പേപ്പറാണ് കിട്ടിയില്ല ആ ഡയലോഗ് ആളെ കൊണ്ട് പറയിപ്പിക്കണം. ഇതാണ് ഗെയിം. ഓക്കെ. അപ്പം ഇഷ്ടമുള്ള പേപ്പർ ആദ്യം തന്നെ തെരഞ്ഞെടുത്തു. യെസ്. അപ്പം 4 പേർക്കും മലയാള സിനിമയിലെ 4 ഒരു ഫേമസ് ഡയലോഗാണ് കിട്ടിയിട്ടുള്ളത്. സോ ഒരാൾ ഹെഡ്ഫോൺ വെക്കുമ്പോൾ അടുത്ത ആള് ആക്ട് ചെയ്തില്ല പറയണം. ഓക്കെ റെഡിയാണോ? പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്യിക്കണം. അത്രയേ ഉള്ളൂ ഗെയിം. സിമ്പിളാണ്. റെഡി? വഴിയേ ഇവന്റെ വായക്കകത്ത് കയറി വെടിവെച്ചാലേ ശരിയാകൂ. ഓക്കെ ശരി. ഇവന്റെ വായക്കകത്ത് കയറി വെടിവെച്ചാലേ ശരിയാകൂ. ഇവിടെ വായക്കകത്ത് കയറി വെടിവെച്ചാലേ ഇവിടെ വായക്കകത്ത് കയറി വെടിവെച്ചാലേ വാതിൽ ഇവിടെ വാതിലട ഇവന്റെ വായക്കകത്ത് കയറി വെടിവെച്ചാലേ ശരിയാകൂ. ഇവന്റെ ഇവിടെ വായക്കകത്ത് വാതിലടച്ച് വെടിവെച്ചാലേ ഇവിടെ വാതിലടച്ച് വെടിവെച്ചാലേ ഇവിടെ വാതിലടച്ച് കാണോ? വേണമെങ്കിൽ ആംഗ്യം കാണിച്ചു കൊടുത്തോ ഹെൽപ്പ് ചെയ്യാൻ. ഇവന്റെ ഇവിടെ വായിൽ ഇവളുടെ വായിൽ എന്താ? ഇവളെ വെടിവെച്ച് ഇവളുടെ വായിൽ വെടിവെച്ച് ഇവന്റെ വായക്കകത്ത് കയറി വെടിവെച്ചാൽ ഇവളുടെ വായിൽ അത് ഉണ്ടയാണോ? ഇവന്റെ വായക്കകത്ത് അണ്ണാക്ക് ഇവന്റെ വായക്കകത്ത് കയറി വെടിവെച്ചാലേ ശരിയാകൂ. ഇവളുടെ ഇവന്റെ അണ്ണാക്ക് വായിൽ ഇവന്റെ വായിൽ വെടിവെച്ച് ഇവന്റെ വായിൽ നടക്കാനാ ഉറുമ്പോ? ഇവന്റെ വായിൽ ചവിട്ടാൻ ചിലങ്ക. ഇവന്റെ വായിൽ കേറി കേറാൻ. ഇവന്റെ വായിൽ കേറാൻ. വായിൽ കേറി ഇവന്റെ വായിൽ കേറി വെടിവെച്ചിട്ട് ശരിയാക്കും. ഊര് ഇവന്റെ വായിൽ കയറി വെടിവെച്ചാലേ ശരിയാകൂ. എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഞാൻ പറയുന്നാണ് എനിക്ക്. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതോ? തേപ്പോ? തീരുമ്പോ നീ പോടാ. തീരുമ്പോ ആക്ഷൻ കാണിക്കേ. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്നാൽ കുപ്പി വന്നാൽ ഭൂതം. നീ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ? ഓക്കെ ഞാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ? തീരുമ്പോ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതോ? ഞാൻ എന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതോ? ലാസ്റ്റ് അവിടെ വെച്ച് ഫസ്റ്റ് തീരുമ്പോ ഞാൻ നീ തീരുമ്പോൾ ഞാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ? അതിന്റെ ആദ്യത്തെ എന്നാ? ഞാൻ എന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ? റൈറ്റ്. ഇനി മുമ്പിലത്തെ 2 വേർഡ് തീരുമ്പോ ഞാൻ എന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ?
കഴിഞ്ഞാ? കഴിഞ്ഞ പക്ഷെ മുമ്പിലത്തെ 2 വാക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയുണ്ടോ? മുമ്പില്. അതിന്റെ മുമ്പില് തീരുമ്പോ. തിരുമ്പുമ്പം. അലക്കുമ്പം. സൈഡിൽ വെച്ചു. തീർന്ന്. അലക്കി തീർന്നു. തീരുമ്പോ. അലക്കി തീരുമ്പം. തീരുമ്പോ. പറയുന്നത് ശരിയല്ല. തീരുമ്പം. തീരുമ്പം. തീരുമോ? തീരുമ്പോ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതോ? നീ തിരിയുമ്പം ഞാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ? ഫേമസ് ഡയലോഗ് നോക്ക്. തീരുമ്പോ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതമോ? ഹെഡ്ഫോൺ ഊരിക്കോ? പറഞ്ഞു കൊടുക്ക. തീരുമ്പോ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതമോ? എന്റെ ദൈവമേ, ഈ തീരുമ്പോ എന്ന് പറയുന്ന നീ അലക്കുന്നൊക്കെ കാണിച്ചത്. നിനക്ക് ബാക്കി കുപ്പിന്ന് വന്ന ഭൂതവും കിട്ടിയില്ലല്ലോ, തീരുമ്പം കിട്ടിയിട്ടില്ല. തീരുമ്പോ എന്ന് പറയുന്നതിന് വേറെ എന്തെങ്കിലും പറയണ്ടേ? തീരുമ്പം. കൊരങ്ങ എനിക്ക് വിശക്കുന്നു. കൊരങ്ങൻ. ഞാൻ എന്താ കൊരങ്ങനോ? അതാണ്, അതല്ല, ഇത് വേറെ. കൊരങ്ങൻ. എനിക്ക് കൊരങ്ങനെ വിശക്കുന്നു. നിങ്ങൾ കൊരങ്ങ എനിക്ക് വിശക്കുന്നു. ഫൈനലി ഒന്ന് കറക്റ്റ് ആക്കി. കറക്റ്റ് ഒന്നും കൂടെ ആക്കാൻ പറ്റുമോ? എന്റെ കഴിവാട്ടാ. ഞാൻ അല്ലല്ല, നിങ്ങൾ കാണുമ്പോ ഒരു കൊരങ്ങനെ പോലെ ഉണ്ടാവും. എന്തായിരുന്നു സാധനം? ഈശ്വര, ഇത് എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. ഓക്കെ, എനിക്ക് എഴുതാൻ അല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. എനിക്ക് നിനക്ക് എനിക്ക് എഴുതാൻ ലെറ്റർ എഴുതാൻ അല്ലേ അറിയൂ, അറിയൂ. വായിക്കാൻ അറിയില്ലല്ലോ. എനിക്ക് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയില്ലല്ലോ. അതാണ് കറക്റ്റ് ആണ്. ഒന്ന് പോളിഷ് ചെയ്യണം. ഓക്കെ, എനിക്ക് എഴുതാൻ അല്ലേ അറിയൂ, അറിയായിരുന്നു, അല്ലേ അറിയില്ലല്ലോ. അല്ല, അറിയൂ. എനിക്ക് എഴുതാൻ അല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. എനിക്ക് എഴുതാനേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. എടാ, ഹരിശ്രേഷകന്റെ ഡയലോഗ് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. മലയാള സിനിമന്റെ ABCD അറിയാത്ത ആളാ ഇത്. ഇപ്പൊ അത് പറയാൻ എനിക്കറിയില്ലല്ലോ. നീ അല്ലേടാ അലവലാതി ഷാജി. നീ അല്ലടാ നിന്റെ തല. അതന്നെ അവിടെ ഉണ്ട്. നീ അല്ലേടാ. നീ അല്ലടാ. അലവലാതി. നീ അല്ലടാ. അലവലാതി. ഷാജി. നീ അല്ലടാ അലവലാതി ഷാജി. ഞാൻ ടാസ്ക്. യെസ് ഐ ആം ചോറ് നോ കഞ്ഞി. യെസ് ഐ ആം ചോറ്. യെസ് ഐ ആം ചോറ്. നോ കഞ്ഞി. യെസ് ഐ ആം ചോറ് നോ കഞ്ഞി. യെസ് ഐ ആം ചോർ, ഐ ആം കഞ്ഞി. യെസ് ഐ ആം ചോറ്. ചോർ ഈറ്റിംഗ്. ചോർ. ഫുള്ള് പറ. യെസ് ഐ ആം ചോർ നോ കഞ്ഞി. ലാസ്റ്റ് വൺ ആണ്. ഇത്രയൊക്കെ കുറച്ച്. ഇത്ര കുറച്ച്.
വേറെ വാക്ക് പറയടി, എന്തെങ്കിലും കുറച്ചും കൂടി പറ. എന്തെങ്കിലും ഇത്ര. ഇത്ര ആ, ഇത്ര ഇത്ര. അതന്നെ. പോപ്പുലറായ. മോഡേൺ പോപ്പുലറായ. പോപ്പുലർ ആ, പോപ്പുലറായ. മോഡേൺ ആയ നേരത്തെ പറഞ്ഞ പോപ്പുലർ. പോപ്പുലർ ആയ. ഓക്കെ, അടുത്ത ഇത്ര പോപ്പുലർ ആയ. എന്നെ. എന്നെ ആ, കണ്ടിട്ട്. കാണാൻ. കണ്ടിട്ട്. കണ്ടിട്ട്. ആ, ആ. മനസ്സിലായി. മനസ്സിലായില്ലേ? ജാട. അഹങ്കാരം, പുച്ഛം. നമ്മളെ കൊണ്ട് എപ്പം പറയുന്ന കാര്യം ജാട. ജാട. ആ. ആ. തെണ്ടി. ജാട ഇല്ലേ? തെണ്ടി. തെറി. തെണ്ടി. കള്ളയോ? ഇണ്ടി ഇണ്ടി ഏ? ഇണ്ടി ഇണ്ടി. ജാട. തെണ്ടി. തെണ്ടി. ആ, തെണ്ടി. ആ പറ. ഇത്ര പോപ്പുലർ ആയ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ജാട തെണ്ടി. ഞാൻ എത്ര നൈസായിട്ടാ നറേറ്റ് ചെയ്ത് തന്നത്. അത് എനിക്ക് മനസ്സിലായി. ജാട തെണ്ടി എനിക്ക് അയ്യോ, ഈ മനസ്സിലായി. സോങ് ഒന്ന് മാറ്റുവോ? അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാതിൽ. നമ്മുടെ ദിലീപിന്റെ സീൻ. വാതിൽ. വാതിൽ മുമ്പിൽ, അതിന്റെ മുമ്പില് അടി. വാതിൽ അടച്ചു. മയച്ചാളം. ഓക്കെ, അടി. അടി. ആ, വാതിൽ. വലി. വാതിൽ. അടിവാതിൽ. ആ, അടിവാതിലും ലും. തുപ്പും. അടിവാതിലും. അടിവാതിലും. ആ, തുറന്ന്. തുറന്ന്. ആ, വന്നിരിക്കുകയാണ്. അടിവാതിലും തുറന്ന് വന്നു. വന്നിരിക്കുകയാണ്. വന്നു. വന്നിരിക്കുകയാണ്. വന്നിരിക്കാൻ. ആ, വന്നിരിക്കുകയാണ്. കടവാതിൽ. അടിവാതിലും തുറന്നിരിക്കുന്ന കടവാതിൽ. അടിവാതിൽ തുറന്ന് വന്നിരിക്കുകയാണ്. വന്നിരിക്കുകയാണ്. വന്നിരിക്കുന്ന. വന്ന് ഇരിക്കുകയാണ്. ആ. എന്നാ അടിവാതിൽ തുറന്നു വന്നിരിക്കുന്ന കടവാതിൽ. വന്ന് ഇരിക്കുകയാണ്. വന്നു. വന്ന് ആ, ഇരുന്നു. ഇരുന്നു. ഇരിക്കുകയാണ്. അടിവാതിൽ അടിവാതിൽ തുറന്നു വന്നിരിക്കുന്നു. വന്നിരിക്കുകയാണ്. അടിവാതിൽ തുറന്നു വന്നിരിക്കുന്നു. ഒന്നുമില്ല. വന്നിരുന്നു. ഇരിക്കുകയാണ്. ആണ്. ആണ്. ആള്. ആണ്. വന്നിരിക്കുകയാണ്. അടിവാതിൽ തുറന്നു വന്നിരിക്കുന്ന ആള്. അടിവാതിൽ. അടിവാതിലെന്നോ അങ്ങനെ ഒരു വാതിലുണ്ടോ? അടിവാതിലും. അടിയിലെ വാതില്. അടിവാതിലും. ഓക്കെ ഓക്കെ, അടുത്ത പറ. അടിവാതിലും. ആ, തുറന്ന്. തുറന്ന്. വന്ന്. വന്നു. ഇരിക്കുകയാണ്. ഇരുന്നു. ഇരിക്കുന്ന ആള്. ഇരിക്കുകയാണ്. കടവാതിൽ. അടിവാതിൽ തുറന്നു വന്നിരിക്കുന്ന കടവാതിൽ. കടവാവൽ. കടവാവൽ. വാവൽ. ആ, ആ, കടവാവൽ. അടിവാതിൽ തുറന്നു വന്നിരിക്കുന്ന വവ്വാൽ. വവ്വാലല്ല. വവ്വാൽ. കട. 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 കടവാതിൽ. വാവൽ. കടവവ്വാൽ. വാവൽ. വാവൽ. കടവാവൽ. കടവാവൽ. ആ. ആ, അടിവാതിൽ തുറന്നു വന്നിരിക്കുന്ന കടവാവൽ. അടിവാതിൽ തുറന്നു വന്നിരിക്കുന്ന അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവൽ. കടവാവൽ എന്ന് പറയോ? നമ്മള് കടവാതിൽ എന്നല്ലേ പറയാ? കടവാതിൽ പറയാം. അതാ എനിക്ക് കൺഫ്യൂഷൻ.